എടേ നമുക്കെന്നാ അംബ്ലീഷ്യ കൊടുക്കല്ലേ. ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങളിതാ വീണ്ടും ഒരു ട്രെയിലർ റിയാക്ഷനുമായി വന്നിരിക്കുകയാണ്. ഇന്നേതാ ശരിക്കും അത് തന്നെ കറക്കം. ഈ സിനിമയിൽ മൊത്തം പറയുന്നു കറക്കത്തിനെ പറ്റി. ആണോ? പിന്നെ ടീസർ കണ്ടിട്ടില്ലേ? ടീസറിൽ എന്തോ അടിച്ചിട്ട് ഉള്ള പരിപാടികള്, ഹാലൂസിനേഷൻ, ന്യൂ ഇയറിന്റെ സംതിങ് ആൻഡ് പക്ഷെ വെറൈറ്റി പ്രേതങ്ങളാ. മൈക്കിൾ ജാക്സൺ ഇൻസ്പയർഡ് ആയിട്ടുള്ള പ്രേതങ്ങളാ. അപ്പൊ അതെ, അന്ന് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയായിരുന്നു ടീസർ. സംതിങ് ഡിഫറെന്റ് ആയിട്ട് എടുത്ത ഒരു സാധനം പോലെ ഒരു രാത്രി നടക്കുന്ന എന്തോ ഒരു സംഭവം, ന്യൂ ഇയർ രാത്രി. അപ്പോ നമുക്ക് ട്രെയിലർ കണ്ടോക്കാം, എന്താണ് കൂടുതൽ അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളതെന്ന് അറിയാലോ. കുറച്ച് ഇങ്ങോട്ടേക്ക് ആക്കാം. എനിക്ക് അന്ന് രാത്രി മുട്ടിയാണ് ആത്മാക്കൾ അകത്തേക്ക് പ്രവേശിച്ചത്. അംബിക ലോഡ്ജ്. ഇതെന്താ റൂമിൽ കൊള്ള സംഗീതോ? ഇതെന്താ സ്ഥലമാണ്? This is the safest place in Kochi. അംബിക ലോഡ്ജ്. ഇനി നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മേശപ്പുറത്ത്. ഇതാണ് ഞങ്ങളുടെ പറമ്പിൽ കുരിശു പൊട്ടിക്കലാണ് അതിന്റെ തമാശ. സ്വന്തം കാര്യം നോക്കാൻ പ്രാപ്തിയില്ലാത്തവരോട് കർത്താവ് നാട്ടുകാർ പറഞ്ഞ ഇത്ര ആൾക്കാർ തൂങ്ങിയും വിഷടിച്ചും മരിച്ച ലോഡ്ജല്ലേ ഇത് സംഭവം സർവ്വസാധാരണ. നാളത്തേക്ക് ഈ തോന്നലൊക്കെ ഒന്ന് പോവായിരിക്കും അല്ലേ? അങ്ങനെ പോയവരുണ്ട്, പോവാത്തവരുണ്ട്, വരെ പിടിച്ചവരുണ്ട്. നിങ്ങളുടെ കൂടെ കുടിയിരുന്നത് ഇത് കൂടിയ ആത്മാക്കളാ. നീ കുഴിച്ചു മൂടിയതൊക്കെ മാന്തി പുറത്തെടുക്കാൻ മൂന്ന് ഫോക്കസിലെ പിള്ളേരാണല്ലോ. അതെങ്ങനെ കറക്റ്റാവും? പഠിച്ചിട്ടുണ്ടല്ലേ? കയ്യിലെങ്ങനെ എന്നെ കിട്ടിയിട്ടുണ്ടല്ലോ. കലാകാരന്മാരെയൊന്നും കൊച്ചുനമ്മയെ ബഹുമാനിച്ചിട്ടുള്ളൂ. എല്ലാ പ്രശ്നവും കൂടെ മേശപ്പുറത്ത് എടുത്തു വെക്കണ്ട. 5 കുരിശിളക്കിയപ്പോ പോന്ന 5 പ്രേതം. ഇനി എന്താ പ്ലാൻ? No plan to change, no plan to impress. 28 മെയ് 28 കൊള്ളാം. എനിക്ക് തോന്നുന്നത് ആ ടീച്ചറിൽ കണ്ടത് ന്യൂ ഇയറിന്റെ രാത്രി അടിച്ച് വിറ്റായിട്ടേ ആ ഇതിൽ കിടക്കുന്നുണ്ടില്ലേ, സെമിത്തേരി പോയിട്ട് 5 കുരിശിളക്കി 5 പ്രേതങ്ങൾ വീട്ടിൽ ഒരുമിച്ച് ഇങ്ങോട്ട് പോകുന്നു. അതിനുശേഷം ഉണ്ടാകുന്ന ഗുളുത്തുമാലാണെന്ന് തോന്നുന്നു. ഫൺ മൂവി ആയിരുന്നു തോന്നുന്നു കേട്ടോ. കാരണം പിന്നെ വെച്ചാൽ ക്രൂവിനെ പറ്റി വലിയ പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർക്ക് ഇതൊരു ബ്രേക്ക് ത്രൂ ആയിരിക്കും ഈ സിനിമ. ചിലപ്പോ ആയിരിക്കും, അതെന്ന് തോന്നുന്നു. സാധ്യതയുണ്ട്. പക്ഷെ ഒരു വെറൈറ്റി വേ ഓഫ്. പിന്നെ കുറെ നാളായിട്ട് ശ്രീനാഥ് ബാസി മൊത്തം ഈ ശോകം പരിപാടികളൊക്കെ ഈ സിനിമയിൽ പിടിച്ചിരുന്നത്. ഇപ്പൊ ഒരു ഫൺ ടൈപ്പ് ഇതിലേക്ക് വന്നോണ്ട് വെറൈറ്റി ഹൊറർ അല്ലേ? വെറൈറ്റി എന്നല്ലല്ലോ, നമ്മളിപ്പോ ഈ അടുത്ത് കണ്ടിരിക്കുന്ന ഒരു കോമഡി ജോണറിലുള്ള പടങ്ങൾ നമ്മൾ എന്റർടൈൻഡ് ആയിട്ട് ഇങ്ങനെ ഫൺ ആയിട്ട് പ്രേതത്തിനെ കാണിച്ചതേ എനിക്ക് ഭയങ്കര ഇഷ്ടായി. മറ്റേ മൈക്കിൾ ജാക്സന്റെ മറ്റേ ഇതില്ലേ, അവരെ കോസ്റ്റ്യൂം കണ്ടില്ലേ? അതാ ശരിക്കും ആ മൂൺ വാക്കർ സിനിമയിലെ പിള്ളേർ തന്നെയാന്നുണ്ട്. അല്ല മറ്റോള് ഇവള് നമ്മളിപ്പോഴല്ലേ അഭിനയിച്ച അവള് ഒരു പ്രേതായിട്ട് അഭിനയിച്ച മറ്റേ നമ്മളിപ്പോഴാണ് കൊടുക്കല്ലേ. നീ എന്നോട് ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയില്ല തന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ എന്തൊക്കെ കണ്ടിട്ടുണ്ട്. അതാ പറഞ്ഞത്. ഞാൻ എങ്ങനെ മനസ്സിലാവും? ഇതിന്റെ ഇടയിൽ ഞാനൊരു സാധനം പറയാൻ വന്നു മറന്നുപോയി. നമ്മുടെ ആ സിനിമ ഇല്ലേ, ആ അമ്മാമ്മ മേത്ത് കയറുന്ന പടം, അതേതാ? മല്ലിക സുകുമാരൻ മേത്തേർന്നോടല്ലേ? പേര് പറഞ്ഞുപോയി പണ്ടാരം. എടേ നമുക്കെന്നാ അംബ്ലീഷ്യ ആവേശം എന്ന് പറയുന്നത് പ്രകമ്പനം അല്ലേ? പ്രകമ്പനം പോലെയുള്ള ഒരു ജോണറിലുള്ള പടം. പക്ഷെ ഇതില് പ്രേതങ്ങളെ കാണാൻ ഇത്തിരി ഡിഫറെന്റ് ആയിട്ടുണ്ട്. ഡാൻസ് എനിക്കതെന്റെ ഓർമ്മ. ട്രെയിലർ കാണാൻ നന്നായിട്ടുണ്ട്.
ഒരു പ്രതീക്ഷ വരുന്നുണ്ട്, ഒരു ആകാംക്ഷ വരുന്നുണ്ട്. ഒരു ഡിഫറെന്റ് ജോണർ ആയിരിക്കും തോന്നുന്നു. ഡിഫറെന്റ് ഒന്നല്ല, നമ്മൾ കണ്ട ജോണർ തന്നെ, പക്ഷേ നമ്മൾ ഇഷ്ടപ്പെട്ട ജോണർ ആയതുകൊണ്ട് നമുക്കത് കാണാൻ തോന്നുന്നു. കാരണം വെച്ചാൽ എന്റർടൈൻമെന്റ് ആയിരിക്കും, ഫുൾ ഫൺ ഫിലിം ആയിരിക്കും. അപ്പോൾ എല്ലാവരും 28-ാം തീയതി തിയേറ്ററിൽ പോയിട്ട് കാണാം. അപ്പോൾ വീണ്ടും ഒരു ട്രെയിലർ ടീസർ റിയാക്ഷനുമായി വരുന്നവരേക്കും ബൈ.